السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിൻ്റെ 1-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്ത് കാണാതെ ആവർത്തിച്ച് ഒരു 3 തവണ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ أنزل على عبده الكتاب ولم يجعل الحمد لله الذي രണ്ട് ലാമിനെ ഒറ്റ ലാമാക്കണം. എന്നിട്ട് ഉന്നത്ത് മണിക്കാൻ പാടില്ല. വലം യജ്അൽ ലഹു ഇവജ. ആദ്യം മുതൽ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം. കാണാതെ വളർത്താം, കാണാതെ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ. അവിടെ അതിലെ ഐനുകളൊക്കെ ഐനായിട്ട് തന്നെ ഉച്ചരിക്കണം. അതട്ടെ. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله. അർത്ഥം പറയാം. അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അല്ലാഹുവിനാണ്. ആ ഹംദ് എന്ന വാക്ക് ഹമിദ എന്ന പദത്തിൽ നിന്നാണ് വന്നത്. ഹമിദ ഓർമ്മയില്ല, ക്ലാസ്സിൽ പഠിച്ചത് ഹമിദ എന്ന വാക്കിൽ നിന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൻസല, അല്ലദീ അതായത് അൻസല ഇറക്കി. അപ്പോൾ അല്ലദീ അൻസല ഇറക്കിയവൻ. എന്താണ്? ഇറക്കിയവൻ. അലാ അബ്ദിഹി, തൻ്റെ അടിമയുടെ മേൽ. അൽ കിതാബ, ഈ ഗ്രന്ഥത്തെ, ഈ വേദഗ്രന്ഥത്തെ തൻ്റെ അടിമയുടെ മേൽ ഇറക്കിയവനായ അല്ലാഹുവിനാകുന്നു സർവ സ്തുതിയും. വലം യജ്അൽ ലഹു ഇവജ. എന്താ പറഞ്ഞേ? വലം യജ്അൽ, ഉണ്ടാക്കിയിട്ടില്ല. ലഹു, അതിനെ അവൻ വരുത്തിയിട്ടില്ല. ഇവജ, വക്രത. ഇവജ് വക്രത. അതിന് യാതൊരുവിധ വക്രതയും വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് എങ്ങനെ അർത്ഥം പറഞ്ഞേ? തൻ്റെ അടിമയുടെ മേൽ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിക്കുകയും അതിന് യാതൊരു വക്രത വരുത്താതിരിക്കുകയും ചെയ്തവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അപ്പം ഇതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ ചില ഫളായിലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളെ ആ കൈപുസ്തകത്തിൽ, നിങ്ങളെ ഹാൻഡ് ബുക്കിൽ ഉണ്ടാകും. അത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഹാൻഡ് ബുക്ക് കയ്യിലുള്ള ആൾക്കാരൊക്കെ അത് മറച്ച് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൽ അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ 2 പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. കണ്ടില്ലേ? ഒന്ന്, ഹാൻഡ് ബുക്കുള്ള ആൾക്കാർ, ഹാൻഡ് ബുക്ക് എല്ലാവരും വാങ്ങുന്നത് നല്ലതാണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക് അല്ല, ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ്. നമ്മളെ ഹദീസുകളൊക്കെ അതിൽ ധാരാളം നമുക്ക് വായിച്ച് പോയാൽ മതി. എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്.
ഒന്നാമത്തേത് അൻ അബി മാലിക്കിൻ അൽ അശ്അരി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എഴുതിക്കോളൂ. അത്തുഹൂറു ശത്രുൽ ഈമാൻ. അത്തുഹൂറു ശത്രുൽ ഈമാൻ. നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി കേട്ടോ. അത്തുഹൂറു ശത്രുൽ ഈമാൻ. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ഇമാം മുസ്ലിമിൻ്റെ 333 നമ്പർ ഹദീസാണ്. 233 223 അതിൻ്റെ അർത്ഥം എഴുതിക്കോളും. അർത്ഥം അതിലുണ്ടാവില്ല, അർത്ഥങ്ങൾ എഴുതണം. അതിൻ്റെ അർത്ഥം ഇതിലുണ്ടോ? നിങ്ങളെ ഹാൻഡ് ബുക്കിൽ ആ ഹദീസിൻ്റെ അർത്ഥം ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അർത്ഥം ഉണ്ടോ? ഇല്ല, എഴുതിക്കോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹ് മീസാനിനെ നിറക്കും. അൽഹംദുലില്ലാഹ് മീസാനിനെ നിറക്കും. ഒന്നാമത്തെ കാര്യം, രണ്ട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കുക. ഒന്ന്, വൃത്തി എന്നത് ഈമാനിൻ്റെ പകുതി. അപ്പം വൃത്തി എന്ന് പറഞ്ഞാൽ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക നമുക്ക് എല്ലാവരും കാരണകാര്യമാണ്. അതിലുപരിയായി ചില കാര്യം ഈ ഹദീസിൽ പഠിക്കണം. സാധാരണ ഈ ഹദീസിന് വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്, അതിന് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണം എന്ന് നമ്മൾ പറയും. എന്നാൽ അതിലുപരിയായി ഒരു കാര്യം ഇത് പഠിക്കാനുണ്ട്. ശുദ്ധി എന്ന് പറയുന്നത് ത്വഹാറത്ത്. അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് പുറത്തെ ശുദ്ധി, രണ്ട് അകത്തെ ശുദ്ധി.
രണ്ടും ഈമാനുമായി അതിന് ബന്ധമുണ്ട്. ചുരുക്കി പറയാം, ഒറ്റ വാക്കിൽ പറയാം, ശുദ്ധി ഇബാദത്തുമായി ബന്ധമുണ്ട്. ഇബാദത്തുമായി ബന്ധം. അപ്പം ശരീരം വൃത്തിയുള്ള സമയത്തെ അള്ളാഹു ഇബാദത്ത് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് കുളിക്കേണ്ടവർ കുളിക്കണം, ഒളു ഉണ്ടാക്കേണ്ടവർ ഒളു ഉണ്ടാക്കണം. ചില ആൾക്കാർക്ക് കുളി നിർബന്ധമാകുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയാകണം. ഒളു ചെയ്ത് ശുദ്ധിയാകേണ്ടവർ ഒളു ചെയ്ത് ശുദ്ധിയാകണം. ഇല്ലാത്ത നിസ്കാരം സ്വീകരിക്കുക. നിസ്കരിക്കുന്നവൻ്റെ നിസ്കാര സ്ഥലം, ശരീരം, വസ്ത്രം എല്ലാം നജസ്സിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് ശുദ്ധമാകണം. അപ്പം നജസ്, മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ചില ആൾക്കാരുണ്ട് നിസ്കരിക്കൂല, അവർ പറയും പിന്നെ നജസ് ഉണ്ടെന്ന്. ഒരു പറഞ്ഞ നജസ് എന്താ? ശരീരത്തിൽ എന്തെങ്കിലും കുപ്പായത്തിൽ അഴുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ വർക്ക് ഷോപ്പിൽ പോകണമെങ്കിൽ ആൾക്കാർ ഗ്രീസ്, പെയിൻറ്റ് ഇതൊക്കെ ഉണ്ടാവും. പെയിൻറ്റ്, ഗ്രീസ് ഒന്നും നജസല്ല. നജസ് മലം, മൂത്രം, രക്തം തുടങ്ങിയിട്ട് കൽപ്പിക്കപ്പെട്ട, പഠിപ്പിക്കപ്പെട്ട നജസാത്തുകളുണ്ട്, അതാണ് നജസ്. ചില ആൾക്കാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, നമ്മളെ മാതാപിതാക്കളോട് മക്കൾക്ക് ചെയ്യാനുള്ള കടപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഈമാൻ നഷ്ടപ്പെടാതെയുള്ള ഒരു നല്ല ആഖിബത്ത് നൽകുക എന്നുള്ളത്, ഒരു നല്ല പര്യവസാനം. വാപ്പാനമ്മാനെ നോക്കി എല്ലാ സേവനങ്ങളും ഹിദ്മത്തൊക്കെ ചെയ്ത് നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല ഡോക്ടറെ കാണിച്ച് എല്ലാ സൗകര്യങ്ങളും വാപ്പാൻ്റെ റൂമിൽ, ഉമ്മാൻ്റെ റൂമിൽ ചെയ്തു കൊടുത്ത് എല്ലാം ഉണ്ട്. ഭൗതികമായ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഉമ്മാനെ നോക്കാനായിട്ടൊരാളെ നിർത്തി, വാപ്പാനെ നോക്കാനായിട്ടൊരാളെ നിർത്തി. എന്നാൽ നിർത്തിക്കണമെങ്കിൽ ഒരു മാത്രമല്ല, നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ വാപ്പാനെയും ഉമ്മാനെയും നോക്കാൻ വേണ്ടി മാത്രം ഒരാളെ നിർത്തി അതിൻ്റെ കൂടെ നമ്മളും നിന്ന് ഒക്കെ ചെയ്ത് ജയിച്ചത് എല്ലാ കാര്യങ്ങളും. പക്ഷേ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വേറെ ഉണ്ട്. എന്താ? വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഈമാന് അവസാനം വരെ നിലനിർത്തി കൊടുക്കണം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ ആരോഗ്യം മാത്രമല്ല, വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഈമാനും അവസാനം വരെ നിലനിർത്തി കൊടുക്കണം. അതിൻ്റെ ഭാഗമാണ് വാപ്പയും കിടന്നു പോയാൽ നിസ്കാരം ഓർമ്മാക്കണം. മക്കളെ നിസ്കാരം ഓർമ്മാക്കണം. നിസ്കരിപ്പിക്കാൻ നന്നായിട്ട് ജീവിക്കുന്ന രണ്ട് കാൽമൻ നടക്കുന്ന കാലത്തൊക്കെ ഉമ്മ ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, വാപ്പ ഒരൊറ്റ നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ വാപ്പ ഒന്ന് കിടന്നുപോയി, ഉമ്മ കിടന്നുപോയി, പിന്നെ മക്കളെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റിയൊരു സമയം വന്നു. ഓർമ്മക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബാത്റൂമിൽ പോകണമെങ്കിൽ മക്കൾ വേണം, മക്കളെ ഉള്ളുണ്ടാക്കുന്ന മക്കൾ ഉണക്കം വേണം. ഇങ്ങനെ കിടന്നു പോയ ഒരു സമയത്ത് വാപ്പാക്കും ഉമ്മാക്കും ഇബാദത്ത് ചെയ്യാൻ സപ്പോർട്ട് നൽകാതിരിക്കുന്ന മക്കൾ. ഇപ്പോൾ കുറച്ചൊക്കെ കിടന്നു പോയാൽ പിന്നെ മൂത്രത്തിനൊക്കെ ട്യൂബിടും. ഒരിക്കൽ ഒരു രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഒരുപാട് നന്നായി ജീവിച്ച, നല്ല ഇബാദത്ത് ചെയ്ത, നല്ല ആബിദായ ഒരു മനുഷ്യൻ, അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. ആരോഗ്യമുള്ള സമയത്തൊക്കെ പള്ളിയിലുണ്ടാകും, മത ക്ലാസ്സുകളിലുണ്ടാകും, എല്ലാ രംഗത്തും വളരെ ഉഷാറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ കിടന്ന് കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു വൈകുന്നേര സമയത്ത് ചെന്ന് നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈ ഇങ്ങനെ മലർത്തി. നിസ്കരിച്ചോ എന്നൊക്കെ കൈ ഇങ്ങനെ മലർത്തി. അപ്പോൾ മക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞേ, എങ്ങനെ നിസ്കരിപ്പിക്കാൻ? മൂത്രത്തിൽ കിടക്കല്ലേ. അപ്പം ചോദിച്ചു, മൂത്രത്തിൽ കിടക്കുക നിങ്ങൾക്ക് എന്താ അവിടെ പണി? നമ്മൾ മൂത്രത്തിൽ ഉമ്മ കിടത്തിയിട്ടില്ലല്ലോ. നമ്മൾ മൂത്രത്തിലും മലത്തിലും അവിടെ കിടക്കട്ടെ. നമ്മൾ ഒരു ദിവസം പല തവണ മൂത്രമൊഴിച്ചിട്ടില്ലേ, പല തവണ മലവിസർജിപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് നമ്മളെ മലത്തിൽ ഉമ്മ കിടത്തിയിട്ടില്ലല്ലോ, പാപ്പ കിടത്തിയിട്ടില്ലല്ലോ. അപ്പം തന്നെ അമ്മ അത് വൃത്തിയാക്കിയില്ലേ? എന്നിട്ട് നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല പുതിയ ഡ്രസ്സ് എടുത്ത് കിടത്തിയില്ലേ? കുറച്ച് അരമണിക്കൂർ വീണ്ടും നമ്മൾ മൂത്രമൊഴിച്ചില്ലേ, വീണ്ടും വൃത്തിയാക്കിയില്ലേ?
അപ്പോൾ ഉമ്മ ഇപ്പോൾ കിടക്കുകയാണ്, എത്ര തവണ ഉമ്മ മൂത്രമൊഴിച്ചാലും അത് വൃത്തിയാക്കണം, നമ്മളെ ബാധ്യതയാണ്. അല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല, മലത്തിലും മൂത്രത്തിലൊന്നുമില്ല കിടക്കണത്, പക്ഷെ ട്യൂബ് ഇട്ടിട്ടുണ്ട്, ട്യൂബ് ഇട്ട് ട്യൂബ് ഇട്ടോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ല മൂത്രം ഇങ്ങനെ പോവല്ലേ, ട്യൂബിലൂടെ മൂത്രം പോവല്ലേ, ആയിക്കോട്ടെ, അതിനെന്താ? നമ്മളെല്ലാവരും ഉള്ളിൽ മൂത്രമില്ലേ? നമ്മളൊക്കെ ഉള്ളിൽ മൂത്രവും കാഷ്ടമൊക്കെ നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ടല്ലോ, പിന്നെന്താ? അത് പൈപ്പിലൂടെ പോയിട്ട് ഒരു ബോക്സിലേക്ക് ചാടുന്നു, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലൊക്കെ തന്നെയല്ലേ, ഒരു ബോക്സിലല്ലേ ഉള്ളത്. നിസ്കരിപ്പിക്കണം, മൂത്രത്തിന് ട്യൂബ് ഇട്ട് തന്നെയാണ്ട് നെജസിലാണ് കിടക്കുന്നത്, നിസ്കരിപ്പിക്കാതിരിക്കാനില്ല, ഒന്നുണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് നിസ്കരിപ്പിക്കണം. ചിലപ്പോൾ കുറേ നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ സൂറത്തൊക്കെ ഇങ്ങനെ ഓതി കൊടുത്ത് രണ്ടാമത്തെ റൊക്ക് മൂന്നാമത്തെ റൊക്കുപോലൊക്കെ അങ്ങനെ പോകും. അപ്പോഴേക്ക് ചിലപ്പോൾ ഓർമ്മ പോകും, അത് മതി, ഓർമ്മ ഉള്ളത് മതി, വരെ മതി, നിസ്കരിപ്പിക്കണം. അതേ സമയത്ത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ സഹോദരങ്ങളെ പഠിക്കണം, മനസ്സിലാക്കി വെക്കണം. മക്കൾക്ക് ദീന് കൊടുത്താൽ ഗുണം കിട്ടുന്നത് ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. മക്കൾക്ക് ദീനല്ലെങ്കിൽ നട്ടായിരിക്കാണ്? മാതാപിതാക്കൾക്കാണ്. നമ്മളിങ്ങനെ കിടക്കുന്നൊരു സമയത്ത് നമ്മളെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് നമ്മളെ ഈമാനോടുകൂടി മരിപ്പിക്കേണ്ട മക്കൾ അതല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഉമ്മാക്ക് മക്കളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ പോകും. നമ്മൾ ഒരു വേലക്കാരത്തിയെ പണിക്കാക്കിയിട്ട് വേലക്കാരത്തിയോട് മക്കളെ നോക്കി അങ്ങനെ വളർന്നു വന്ന മക്കളും ഉമ്മ നോക്കിയിട്ട് വളർന്നു വരുന്ന മക്കളും ഉമ്മാൻ്റെ കയ്യിൽ അള്ളാഹുവിൽ നൽകിയിട്ടുണ്ട്. നമ്മളെ മക്കളെ മലമൂത്ര വിസർജനം കഴുകി വൃത്തിയാക്കുമ്പം അതിൽ മക്കൾക്ക് കിട്ടേണ്ടത് ഉമ്മാൻ്റെ ചൂടും. നിങ്ങൾ കണ്ടില്ല, ആശുപത്രി ഡോക്ടർമാർ കുട്ടീനെ പ്രസവിച്ച് ഇങ്ങോട്ട് പോന്നാൽ ഉടനെ കുട്ടീനെ എടുത്തിട്ട് ഉമ്മാൻ്റെ നെഞ്ചുഭാഗം കിടത്തുക. പ്രസവിച്ച് പുറത്ത് വന്ന കുട്ടിയെ വൃത്തിയാക്കിയിട്ട് ഉമ്മാൻ്റെ നെഞ്ചിലേക്ക് കിടക്കണം. എന്തിനാ? ഉമ്മാൻ്റെ ചൂട് കുട്ടിക്ക് കിട്ടണം, ഉമ്മാൻ്റെ ശരീരത്തോട് ചേർത്ത് കിടക്കണത് എന്തിനാ? അത് വേണ്ടത് കയ്യിൻ്റെ ഉള്ളിലല്ലേ, അല്ലേ? ശങ്കരാചാര്യൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പാടിയ ഏതാനും കവിതാ വരികളുണ്ട്. അതിൽ പറയുന്നുണ്ട്, മലമൂത്ര വിസർജനമാണ് അമ്മ ശയ്യാക്കി മാറ്റിയത്. അമ്മ കിടന്നത് അമ്മയുടെ ശയ്യ എൻ്റെ മലമൂത്ര വിസർജനമായിരുന്നു എന്ന് പറയുന്നു. അതിനെ ശയ്യാക്കിയിട്ടാണ് അമ്മ കിടന്നതെന്ന്. അപ്പം ഇങ്ങനെ നമ്മളെ മക്കളിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടണമെങ്കിൽ അവർ ദീനിയായിട്ട് വളർത്തുക. നമ്മളെ നിസ്കാരം നഷ്ടപ്പെടരുത്. നിസ്കരിപ്പിക്കാൻ മക്കളെ സപ്പോർട്ട് ഉണ്ടാക്കണം, മക്കൾ നിസ്കരിപ്പിക്കണം. ദീനോട് കിട്ടും. അതാണ് ദീന പഠിച്ച ഒരു സ്ത്രീക്ക് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടി പറയാറുണ്ട്. ഈ മലദ്വാരത്തിൽ ക്യാൻസർ വന്നിട്ട് മലദ്വാരം അടച്ചു കളഞ്ഞൊരു സ്ത്രീ, മലദ്വാരം അടച്ചു കളഞ്ഞു. എന്നിട്ട് വേറെ ഒരു ബോക്സ് പുറത്ത് വെച്ചിരിക്കുക. ആ ബോക്സിലേക്കാണ് മലം വന്ന് നിറയുന്നത്. ആ ബോക്സായിട്ടാണ് ഈ സ്ത്രീ കല്യാണത്തിനും സർക്കാരിനും ഒക്കെ പോണത്. ബോക്സാണ്. ആ ബോക്സിലേക്കാണ്, പുറത്ത് വെച്ച ബോക്സിലേക്കാണ് മലം വന്ന് നിറയണത്. എന്നിട്ട് ആ സ്ത്രീ, ആ ഖുർആൻ പഠിക്കാൻ വരുന്ന സ്ത്രീയാണ്, അവർ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ ഈ ബാത്റൂമിലേക്ക് കയറിയാൽ കുറേ സമയം എടുത്തിട്ട് വൃത്തിയാക്കാൻ. അപ്പം ഈ ബോക്സിലേക്ക് മലം വന്ന് നിറയുമ്പോൾ അവിടെ ഗ്യാസ് വന്ന് നിറയും, ഗ്യാസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഗ്യാസിൻ്റെ ശബ്ദം ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഞാൻ ഉളു എടുക്കണമെന്ന് സംശയം. സാധാരണ ഗ്യാസ് പോയാൽ ഉളു പോകുന്ന പോലെ ഇവിടെ ഈ മലദ്വാരത്തിന് ആമാശയത്തിന് പകരം വെച്ചിട്ടുള്ള മലം നിറയാൻ വെച്ചിട്ടുള്ള ബോക്സ്, അതിലേക്ക് ഇത് വന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഗ്യാസിൻ്റെ ശബ്ദം കേട്ടാൽ രണ്ടാമത് ഉളു ചെയ്യണോ, ഉളു എടുത്ത് നിസ്കരിക്കണോ എന്നൊക്കെ സംശയം ചോദിക്കണമെങ്കിൽ അതൊരു ഈമാനാണ്. അതൊരു പഠനമാണ്. ആ ഇൽമിൽ നിന്ന് കിട്ടിയ ഈമാനാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, ഈ ശുദ്ധി എന്നത് ഈമാനിൻ്റെ പകുതിയാണ് എന്നതാണ് ഹദീസ് നമ്മൾ എഴുതിയത്. അകവും പുറവും ശുദ്ധമാകണം. നിസ്കരിക്കുന്നവൻ്റെ പുറം ശുദ്ധമാകണം, അകവും ശുദ്ധമാകണം. അകശുദ്ധിയില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അല്ലേ? സൂറത്ത് മുസമ്മലിൻ്റെ ആദ്യ ഭാഗത്ത് എന്താ പറഞ്ഞത്? എഴുന്നേറ്റോ, നിസ്കരിച്ചോ, എന്നിട്ട് അകം
വൃത്തിയാക്കിക്കോ, പുറം വൃത്തിയാക്കിക്കോ. സുഹൃത്ത് മുസ്ലിം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം. എന്താ അങ്ങനെ പറയാൻ കാരണം? അകവും പുറവും, നമ്മളെ ഉള്ളിലൊക്കെ വിരോധവും അസൂയയും കുശുമ്പും വൈരാഗ്യവും ഒരുത്തർക്ക് പാര വെച്ചിട്ട് വന്നിട്ട് നല്ലോണം ഒതുണ്ടാക്കി അല്ലാഹു അക്ബർ എന്നൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഉള്ളിൽ നിറയെ വിദ്വേഷമാണ്, വൈരാഗ്യമാണ്, ഒക്കെയാണ്. എല്ലാവരും തെറ്റിക്കുകയാണ്, പിണങ്ങിയിരിക്കുകയാണ്, എല്ലാവരും ബന്ധങ്ങൾ മുറിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കാര്യം ഉള്ളും വൃത്തിയാകണം, പുറവും വൃത്തിയാകണം. ഈമാനുമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പം രണ്ടും നമ്മൾ ഈ ഹദീസിൻ്റെ ആശയത്തിൽ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഒരു പെൺകുട്ടി പ്രായമറിയിച്ചാൽ, ആർത്തവകാരിയായാൽ, നമ്മളെ നാട്ടിലൊക്കെ പല ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇസ്ലാം പറഞ്ഞത് ഒരു പെണ്ണിന് ആദ്യമായി ആർത്തവമുണ്ടായാൽ മാതാപിതാക്കൾ അതുമുതൽ ആ പെണ്ണിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവൾക്ക് അള്ളാഹിൻ്റെ ഹിസാബ് തുടങ്ങി, വിചാരണ തുടങ്ങി. അവൾ ഇനി ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ, ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും, അല്ലെങ്കിൽ ഒരു 3 ദിവസം, ഏറി വന്നാൽ 7 ദിവസം, അത് കഴിഞ്ഞാൽ ഓരോ ശരീരത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം, കുളിച്ച് വൃത്തിയാക്കണം. എങ്ങനെ കുറേ സോപ്പും താളിയും തേച്ച് കുളിച്ചാൽ കുളിയായോ, ശുദ്ധിയായോ? ഇല്ല. അപ്പം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത്? ഈ വലിയ അശുദ്ധിയുടെ ശുദ്ധി എന്ന് പറഞ്ഞാൽ സോപ്പ് തേച്ച് കുറേ വെള്ളം പറഞ്ഞ് കുളിക്കലല്ല, മറിച്ച് അതിനൊരു രീതിയുണ്ട്. ആദ്യം വുളൂ ചെയ്യണം, ആദ്യം നിയ്യത്ത് വെക്കണം. നിയ്യത്ത് എന്താണ്? ഞാൻ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാകാനുള്ള കുളിയാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധപ്പെട്ട് ജനാപത്തിലെ കുളിക്കുമ്പോഴും, ഒരു പ്രസവിച്ച പെണ്ണ് പ്രസവരക്തം കഴിഞ്ഞ് കുളിക്കുമ്പോഴും വലിയ അശുദ്ധിയിൽ ശുദ്ധമാകുമ്പോൾ സാധാരണ കുളിച്ചാൽ പോലെ ആദ്യം വുളൂ ചെയ്യണം, പിന്നെ വലത് ഭാഗത്ത് വെള്ളം പാരണം, പിന്നെ ഇടത് ഭാഗത്ത് വെള്ളം പാരണം. ഇങ്ങനെ കുളിക്കൊരു രൂപമുണ്ട്. ആ രൂപത്തിൽ കുളിച്ചാലേ കുളിയാവുള്ളൂ. ഒരാൾ വുളൂ ഉണ്ടാക്കുകയാണ്. ഒരാൾ വുളൂ ഉണ്ടാക്കുകയാണ്. ആദ്യം മുഖം കഴുകി, പിന്നെ കാല് കഴുകി, പിന്നെ കൈ കഴുകി, പിന്നെ തല തടവി. വുളൂ ആയോ ഇല്ലേ? ചെറിയ അശുദ്ധിന് ശുദ്ധമാക്കാണ് വുളൂ. വുളൂവിന് ഒരു രീതിയുണ്ട്, ഒരു തർത്തീബുണ്ട്. അതിൻ്റെ ഫർളാണ്. നിയത്ത് വേണം, കൈ കഴുകണം, വായിൽ വെള്ളം കുപ്പിക്കണം, മൂക്ക് വെള്ളം ചലിച്ചിട്ട്, പിന്നെ മുഖം കഴുകണം, പിന്നെ മുട്ട് വരെ വലത് കഴിയണം, ഇടത് കഴിക്കണം. വെള്ളം എടുത്തിട്ട് തല ആദ്യം മുതൽ പെരടി വരെ തടവിയിട്ട് അതേ കൈ കൊണ്ട് കൊണ്ടുവന്നിട്ട് അതേ വെള്ളം കൊണ്ട് ചെവി തടകണം. ഇങ്ങനെ 3 തോണ്ടലല്ല, ഹദീസിലെ 3 തോണ്ടലില്ല. തല മുഴുവനായി തടയലാണ്. വെള്ളം എടുക്കുക, വെള്ളം കൊണ്ട് കൈ ഇങ്ങനെ വെച്ച് ചെവിൻ്റെ ഭാഗത്ത് വെച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയി അതേമാതിരി മുന്നിലേക്ക് കുറന്ന് അതേ കൈ കൊണ്ട് ചൂണ്ടുവിരൽ ചെവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തള്ളവരൽ ചെവിൻ്റെ പുറം തടവുക. അതാണ് റസൂലുള്ളാഹിന്റെ വുളൂ, സ്വഹാബത്തിൻ്റെ വുളൂ. നബിസ്വലാസിന്റെ വുളൂ ചെയ്ത് സ്വഹാബത്തെ കണ്ടത് അങ്ങനെ ചെയ്യണം. എന്നിട്ട് വലത്തെ കാല് കഴുകണം, പിന്നെ ഇടത്തെ കാല് കഴുകണം. അത് മടമ്പിൻ്റെ നെരിയാണി ഉൾപ്പെടെ കഴുകണം. ഇതേമാതിരി വുളൂ അങ്ങനെ ശ്രദ്ധിക്കും. കുളി വലുതല്ല സഹോദരങ്ങളെ. ചെറിയ അശുദ്ധിയാണ് വുളൂ, വലിയ അശുദ്ധിയാണ് കുളി. പക്ഷെ പല ആൾക്കാർക്ക് എങ്ങനെ കുളിക്കേണ്ടതെന്ന് അറിയില്ല. അതല്ലാതെ നല്ല സോപ്പൊക്കെ തേച്ച് താഴെയൊക്കെ തേച്ച് ഒരു പെണ്ണ് രക്തമൊക്കെ കഴിഞ്ഞ് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ കണ്ട് ഒഴിവാക്കി കുളിച്ചാൽ ശരീരം വൃത്തിയായി. പക്ഷെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കൂല. ഒരു പെണ്ണ് 7 ദിവസം അവൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അശുദ്ധിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം തുടങ്ങണം. അവിടെയാണ് പ്രശ്നം, നിസ്കാരം തുടങ്ങണം. അപ്പം നിസ്കാരം പഠിച്ചോ സ്വീകരിക്കണമെങ്കിൽ കുളി ശരിയാകണ്ടേ? വുളൂ ശരിയാകാത്ത നിസ്കാരം സ്വീകരിക്കോ? ഇല്ലല്ലോ. അപ്പോൾ കുളി ശരിയാകാത്ത നിസ്കാരം സ്വീകരിക്കോ? കുളി വലിയ അശുദ്ധിയാണ്. കുളിക്ക് രീതിയില്ലേ, കുളിക്ക് രൂപല്ലേ? വുളൂവിന് പഠിപ്പിച്ച പോലെ കുളിക്കും രൂപമുണ്ട്. പക്ഷെ അത് പല ആൾക്കാർക്കും അറിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം? കുളിക്കേണ്ട രൂപത്തിൽ തന്നെ കുളിക്കണം. പറഞ്ഞ പോലെ വുളൂ ചെയ്ത്, പിന്നെ ആദ്യം വുളൂ ചെയ്യണം. വുളൂ ചെയ്തതിന് ശേഷം വലത് ഭാഗത്ത് വെള്ളം പാർന്ന് ഇടത് ഭാഗത്ത് വെള്ളം പാർന്നിട്ട് കുളിക്കണം. അത് നിയ്യത്ത് വെച്ച് കുളിക്കണം. അപ്പം പുറം ശുദ്ധിയാകണം, അകവും ശുദ്ധിയാകണം. ഈമാനുമായി ബന്ധമുണ്ട്. നമ്മൾ ഏത് ഹദീസിൻ്റെ 1-ാമത്തെ ഭാഗം അതാണ്. തുഹൂർ ഷത്രുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ്. ഇനി രാത്രി കിടക്കുമ്പോൾ എങ്ങനെ കിടക്കണ്ട്?
രാത്രി കിടക്കുമ്പോൾ ഒതു ഉണ്ടാക്കേണ്ട ആൾക്കാർ ഒതു ഉണ്ടാക്കിയിട്ട് കിടക്കണം, കുളിക്കേണ്ട ആൾക്കാർ കുളിച്ചിട്ട് കിടക്കണം. പല ആൾക്കാർക്കും അത് അറിയില്ല. പല ആൾക്കാരും മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, അത് സുബീൻ്റെ മുമ്പ് നിസ്കരിക്കേണ്ട മുമ്പ് കുളിച്ചാൽ പോരെന്ന്. രാത്രി കിടക്കുമ്പോൾ വലിയ അശുദ്ധിയായിട്ട് കിടന്നു, ചെറിയ അശുദ്ധിയായിട്ട് കിടക്കരുതെന്ന് പഠിപ്പിച്ച റസൂല് വലിയ അശുദ്ധിയോടുകൂടി കിടക്കാൻ പഠിപ്പിക്കുമോ? നിങ്ങൾ ആലോചിച്ചാൽ ചെറിയ അശുദ്ധിയോടുകൂടി കിടക്കരുതെന്നാണ്. കാരണം നമ്മൾ ഒന്നുണ്ടാക്കിയിട്ട് കിടക്കണം. ഒരാൾ ശുദ്ധിയോടുകൂടി കിടന്നാൽ പുലരുന്നത് വരെ മലായിക്കത്തുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുബ്ഹാനല്ലാഹ്. നമ്മൾ വേണ്ടാന്ന് വെച്ചൊരു സംഗതിയാണ്. ഒരു മനുഷ്യൻ്റെ ദുആ കിട്ടുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അതിനേക്കാളും വലിയൊരു കാര്യം വേറല്ല. ഈമാനുള്ളൊരു മനുഷ്യൻ്റെ ദുആ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സമ്മാനം വേറെ കിട്ടാനില്ല. എന്നാൽ മലായിക്കത്തുകളെ പ്രാർത്ഥനയാണ് ദുആകളുടെ കൂട്ടത്തിലെ 1-ാം നമ്പർ പ്രാർത്ഥന. അത് കിട്ടണ്ടേ? അത് കിട്ടുന്നതാണ്. ഒരാൾ ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നു. അല്ലാഹു തആല റൂഹിനെടുക്കണം ഉറക്കിൽ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ വയുംസികു ല്ലതീ ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് തെളിവുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. മരിക്കണ സമയത്ത് ആത്മാവിനെ അള്ളാഹ് പൂർണ്ണമായിട്ട് ഇടിക്കും. ഉറങ്ങണ സമയത്തും അള്ളാഹ് ആത്മാവിനെ പിടിക്കും. അതാണ് ആയത്ത്. ഉണരുമ്പോൾ തിരിച്ചു കൊടുക്കും. ഉറക്കത്തിൽ ആരൊക്കെ മരിപ്പിക്കണമെന്നുള്ള തീരുമാനിച്ചോ അവർക്ക് തിരിച്ചു കൊടുക്കൂല എന്ന് ആയത്താണ്. അപ്പം അള്ളാഹ് റൂഹിനെടുക്കുന്ന സമയത്ത് ശുദ്ധമായിട്ടായിരിക്കണം. വാപ്പാനി ഉമ്മാനൊക്കെ അവസാന നാളുകളിൽ കിടത്തേണ്ടത് നല്ല വൃത്തിയുള്ള ഇതിൽ കിടത്തണം. റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ നജസ്ക്ക് വരൂല. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട പാടാ, പറഞ്ഞു കൊടുക്കേണ്ട പാടാ. വാപ്പി ഇമ്മി സുഖമില്ലാതെ കിടക്കുകയാണ്. വാപ്പാക്കും ഉമ്മാക്ക് എണ്ണപ്പെട്ട നാളുകളേ ഉള്ളൂ. ആശുപത്രിയിൽ നിന്ന് പെരിക്ക് കൊണ്ടേക്കോളെന്ന് പറഞ്ഞതാണ്. മലമൂത്ര വിസർജനത്തിൽ നമ്മളെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അവസാനത്തെ സമയം ഉണ്ടാകരുത്. നജസ്സുള്ളിടത്ത് മലക്കൾ വരൂല. അപ്പോൾ എന്ത് വേണം? നല്ല വൃത്തിയിൽ കിടത്തണം പനിയുമ്മാനി. അവസാന സമയം പ്രത്യേകിച്ച് നല്ല വൃത്തിയിൽ. അപ്പം വൃത്തിയുള്ളയിടത്ത് മലായിക്കത്തുകൾ വരുള്ളൂ. അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. അപ്പം ഈമാനുമായി ഇതിന് ബന്ധമുണ്ട്. അപ്പം ഈമാൻ കാമിലാകണ്ടേ? വൃത്തി ഈമാൻ്റെ പകുതി എന്നാണ്. വൃത്തി ഇല്ലെങ്കിലോ ഈമാൻ്റെ പകുതി പോയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഈമാൻ്റെ പൂർത്തീകരണമല്ലേ? ഈമാൻ പൂർണ്ണാകണ്ടേ? ഈമാൻ പൂർണ്ണമായിട്ട് മരിക്കണം എന്ന് ആഗ്രഹിക്കണമല്ലേ നമ്മൾ? ഈമാൻ പകുതിയായിട്ട് മരിച്ചാൽ പോരല്ലേ? ഈമാൻ പൂർണ്ണാവണ്ടേ? അപ്പോൾ വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. അതാണ് ഈ ഹദീസ്. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. വൃത്തി എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ടത് അകം വൃത്തിയാകണം. ദുസ്വഭാവങ്ങൾ, ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കണം. നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരമല്ല കബൂൽ ചെയ്യണമെങ്കിൽ ഉള്ളു വൃത്തിയാകാത്തവൻ്റെ നിസ്കാരമല്ല കബൂൽ. വെറുതെ ഒരു കുമ്പിടലാണത്. വെറുതെ ഒരു കുമ്പിടലാണ്. പുറം ഇനി ഉള്ളൊക്കെ ഉഷാറാണ്, പക്ഷേ നജസ് ഉണ്ടെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കില്ല. ഉളു ശരിയായിട്ടില്ല, കാലിൽ വെള്ളമൊന്നും ശരിക്കും മര്യാദയ്ക്ക് നനഞ്ഞിട്ടില്ല, ഉളു എത്തേണ്ടടുത്തൊന്നും വെള്ളം എത്തിയിട്ടില്ല. അപ്പം വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയിലൊന്നും ശുദ്ധമാകണം. അത് ഈമാനിൻ്റെ ഭാഗമാണ്. 2 വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്നത് മീസാനിനെ നിറക്കും. നമ്മൾ ചെയ്യുന്ന പണി മീസാനിനെ നിറക്കലാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പൂർണ്ണമായി നന്നായി ജീവിക്കാമെന്ന് ആരും കരുതേണ്ട കഴിയില്ല. തെറ്റുകുറ്റങ്ങൾ തീരെ വരാതെ ജീവിക്കാൻ പറ്റൂല, വരും. പിന്നെന്താ ചെയ്യേണ്ടത്? നന്മൻ്റെ ഭാഗം കനം തൂക്കുക. അപ്പം നന്മയുടെ ഭാഗത്ത് നമ്മളെ നന്മയും തിന്മയും അവ നാളെ തൂക്കി കണക്കാക്കുമ്പോൾ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് പറ്റിയ കുറേ ദിക്റുകളുണ്ട്. ആ ദിക്റുകളിൽപ്പെട്ട ഒന്നാണ് എന്ത്? അൽഹംദുലില്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്നൊരു ദിക്ർ ചെല്ലുമ്പോൾ നിയ്യത്ത് വേണം. അതിനത് പഠിക്കണത്. ഇത് പഠിക്കണതിനാണ്. അൽഹംദുലില്ലാഹ് എന്ന് ചെല്ലാൻ അറിയാത്തവരല്ല നമ്മൾ. അൽഹംദുലില്ലാഹ് എന്ന് പലതവണ പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ. പക്ഷെ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പം അതൊരു ദിക്റാണ്, ഒരു ഇബാദത്താണ്, അതിനൊരു നിയ്യത്തുണ്ടല്ലോ. നമ്മൾ നിസ്കാരത്തിന് നോമ്പിന് മാത്രം നിയ്യത്ത് പഠിച്ചേക്ക്. ഒക്കെ നമ്മൾ പഠിച്ച തകരാറാണ്. നിസ്കാരത്തിനും നോമ്പിനും മാത്രം നിയ്യത്ത് പഠിച്ചത്. നിയ്യത്ത് എല്ലാ ഇബാദത്തിനുണ്ട്. ദിക്ർ ഇബാദത്താണ്. അൽഹംദുലില്ലാഹ് എന്നൊരു ദിക്റാണ്. ആ ദിക്റിനൊരു നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് എന്താണ് നിയ്യത്ത്? ഈ പറഞ്ഞതാണ്. ഈ അൽഹംദുലില്ലാഹ് കൊണ്ട് എൻ്റെ തുലാസ് നിറയണം. കണ്ട, ഹദീസ് പഠിപ്പിച്ചു. ആ നിയ്യത്തോടുകൂടി ചൊല്ലിക്കോളി. മനസ്സറിഞ്ഞ് ചെല്ലാൻ പറ്റും.
മറ്റേത് ആ യന്ത്രത്തുമേൽ ഇങ്ങനെ സുബാന ഒരു യന്ത്രമുണ്ട്, അതിന്മേൽ ഇങ്ങനെ മിന്നി മറിയണം. ഹൃദയത്തിൽ മിന്നി മറിയാതെ. ഇപ്പം ഇന്നലെ ഞാൻ ഒരാളെ ഒരു ഇത് കണ്ട്, സ്റ്റാറ്റസ് കണ്ട്, അതിലൊരു യന്ത്രമാണ്, ഒരു പണ്ഡിതൻ്റെ ചിത്രമുണ്ട്, ഒരു വലിയൊരു പണ്ഡിതൻ. എന്നിട്ട് ആ പണ്ഡിതൻ്റെ ചിത്രം ഉള്ള ഒരു യന്ത്രം. കാരണം ആ യന്ത്രത്തിൽ ഇങ്ങനെ മിന്നി മറിയണം. ഏത് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ മിന്നി മറിയും. അതിങ്ങനെ അപ്പോൾ അതിമേൽ ഇങ്ങനെ നമ്മളെ ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ മീറ്റർ പോണ മാതിരി ഇങ്ങനെ അതിമേൽ ഇങ്ങനെ 1 2 3 ഇങ്ങനെ പോവാണ്. ആ സുബ്ഹാനല്ലാഹ്, ഈ സുബ്ഹാനല്ലാഹ് ഇതിമേലെ മിന്നി മറിയുള്ളൂ. സുബ്ഹാനല്ലാഹ് മിന്നി മറിയേണ്ടത് സഹോദരങ്ങളെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ തട്ടാത്ത ദിക്ർ വേണ്ട. വദ്കുർ റബ്ബക ഫീ നഫ്സിക, വദ്കുർ റബ്ബക ഫീ നഫ്സിക, നിന്റെ റബ്ബിനെ ദിക്ർ പറഞ്ഞോ. ഫീ നഫ്സിക ഇവിടെ ഹൃദയത്തിൽ വരണം. ഹൃദയത്തിൽ അതാണ് നിയ്യത്ത്. നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. ഇവിടുന്ന് വരണം, തുലാസിൽ നടക്കും. ഇനി വേറൊരു ഹദീസുകൾ കേട്ട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തത് അഫ്ളൽ ദുആ അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടില്ല? എഴുതിക്കൊള്ളൂ. അഫ്ളൽ ദുആ അൽഹംദുലില്ലാ. നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടോ? എന്നാൽ എഴുതണ്ട. ഏറ്റവും ശ്രേഷ്ഠമായ ദുആയാണ് അൽഹംദുലില്ലാ. അത് നമുക്ക് വിശദീകരിക്കാണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇൻഷാ അല്ലാഹ് പറയാം. മൂന്നാമത്തത്, അപ്പോൾ 1 മീസാൻ നിറക്കും കേട്ടോ. 1 മീസാൻ നിറക്കും. 2 ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്, ദുആയാണ് അൽഹംദുലില്ലാ, കേവലം ഒരു ദിക്റല്ല. 3 നബി തൻ്റെ പ്രസംഗങ്ങൾ ആരംഭിച്ചത് ഹംദ് കൊണ്ടാണ്. പ്രസംഗം ആരംഭിച്ചത് ഹംദ് കൊണ്ടാണ്. എല്ലാ പ്രസംഗങ്ങളും ആരംഭിച്ചത് ഹംദ് കൊണ്ട്. 4 അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്. 4മത്തത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ. അത് ഒരു വലിയ ഹദീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ഹദീസ് ഞാൻ വായിക്കാം. അൻ സുമറത്ത് ബിൻ ജുൻദുബിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ 4ആണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ലാ യദുറുക ബിഅയ്യിന ബദഅത. നീ എന്തുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ആദ്യം, അല്ലെങ്കിൽ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് ആദ്യം പറഞ്ഞു. ഏതായിരുന്നാലും ഈ 4. വലാ തുസമ്മിയന്ന ഉലാമക യസാറൻ വലാ റബാഹൻ വലാ നജീഹൻ വലാ അഫ്ലഹ. ഒരിക്കലും നിൻ്റെ കുട്ടിയെ ഒരിക്കലും നീ എന്ത് ചെയ്യണ്ട, അവന് ഇടത്തോട്ട് അല്ലെങ്കിൽ ഓനെക്കൊണ്ട് മെച്ചല്ല, അല്ലെങ്കിൽ ഓനെക്കൊണ്ട് ഒരു വിജയമില്ല എന്നൊന്നും നീ അവനെക്കൊണ്ട് പറയണ്ട. ഫഇന്നക തഖൂലു അസമ്മഹു ഫലാ യഖൂൽ ഫയഖൂൽ ലാ ഇന്നമാ ഹുന്ന അർബഉൻ ഫലാ തസീദുന്ന അലയ്യ. നമ്മൾ സാധാരണഗതിയിൽ ഓരോ വിഷയങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളെ പ്രതികരണങ്ങൾ പല രൂപത്തിലായിരിക്കും. പല രൂപത്തിലാണ് നമ്മൾ പ്രതികരിക്കുക. ഇനി ഒരിക്കലും നന്നാവൂലടാ, ഇതൊരിക്കലും ഗുണം പിടിക്കൂല, ഇത് അങ്ങനെ തന്നെ ആവുള്ളൂ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമ്മൾ സംസാരിക്കേണ്ട, ഒരിക്കലും അങ്ങനെ പറയണ്ട. നമുക്ക് അല്ലാഹു തആല നൽകിയ ഏതൊരു കാര്യവും അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവുമെല്ലാം അല്ലാഹു തആല ആത്യന്തികമായി ചില ഘട്ടങ്ങളിലൂടെ അല്ലാഹു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗുണം എന്ന് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ദോഷമാവും, ദോഷം എന്ന് തോന്നുന്നത് ചിലപ്പോൾ ഗുണമാവും. ഇപ്പം നമ്മൾക്ക് ഒരു പ്രയോജനം എന്നെക്കൊണ്ട് കിട്ടൂല എന്ന് പറഞ്ഞ ഒരു മോണ്ടാവും, ഓനെക്കൊണ്ടായിരിക്കും അവസാനം നമുക്ക് ഗുണം കിട്ടുക. മനസ്സിലാണ്ട പറഞ്ഞേ? ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞവനെ കൊണ്ടായിരിക്കും അവസാനം ഗുണം. നമുക്ക് എല്ലാം കൊണ്ട് കിട്ടും എന്ന് വിചാരിച്ച ഒരുത്തുണ്ടാവും, ചിലപ്പോൾ ഓനെക്കൊണ്ട് അവസാനം നമുക്ക് ഒരു ഗുണം കിട്ടില്ല. അതുകൊണ്ട് ആത്യന്തികമായി
നമുക്ക് പറയാനുള്ള വാക്കെന്താണ്? സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അഞ്ചാമത്തെ കാര്യം എഴുതിക്കോളൂ. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ. കുറേ കാര്യങ്ങൾ പറയാണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, വിശദീകരണം കുറച്ച് പറഞ്ഞു പോകാം. അബൂ ഹുറൈറ ഉദ്ധരിക്കണം. എന്താണ് റസൂൽ പറഞ്ഞു? ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ് മിമ്മാ ത്വലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതൊരു ദിവസവും സൂര്യൻ ഉദിക്കാത്ത ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിച്ചു നടത്തും. അപ്പം ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ, ദിനങ്ങളിൽ ഏറ്റവും ഒരു ദിവസത്തിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് വരുന്ന ഒരുപാട് സമയങ്ങൾ വേറെയുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥനകൾ കടന്നു വരുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് പിന്നെ രാത്രിയിൽ, ശ്രദ്ധിക്കുക, രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരു ദിക്ർ ചൊല്ലിയാൽ നബി പറയാണ്, നമ്മൾ പകൽ സംഭവിച്ച തെറ്റുകളൊക്കെ റബ്ബ് മായ്ച്ചു തരും. നല്ലൊരു സംഗതിയാണ്, മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇപ്പം നമ്മൾ പിന്നെ സംഗതി ബേജാറിലാണ് ഉള്ളത്. നമുക്കറിയാം ഈ നമ്മുടെ എല്ലാ കാര്യങ്ങളും നാളെ ഹിസാബ് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിസാബ് വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നു പിന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒരിക്കലേ, പിന്നെ ഒരു റൂട്ടിലൂടെ നടന്നു പോകുമ്പോൾ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മരത്തിൽ കുറേ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പക്ഷികളോട് സിദ്ദീഖ് റളിയല്ലാഹു തന്നെ പറയാണ്, നിങ്ങളെ മാതിരി ആകാൻ എനിക്ക് നല്ല പൂതിയുണ്ട്. നിങ്ങളിങ്ങനെ പറന്ന് വന്ന് മരത്തിൻ്റെ ചില്ലയിലിരുന്ന് അതിലുള്ള ഫലങ്ങളൊക്കെ തിന്ന് നിങ്ങൾ പറന്നു പോകുന്നു. നിങ്ങൾക്ക് ഹിസാബുമില്ല, നിങ്ങൾക്ക് അദാബുമില്ല. ഹിസാബുമില്ല, അദാബുമില്ല. വല്ലാഹി ലവദിത്തു, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാനും നിങ്ങളെ മാതിരി ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഹിസാബുമില്ല, അദാബുമില്ല. നമുക്കുള്ള ബേജാറ് അതായിരിക്കണം. ഹിസാബും അദാബൊക്കെ ഉണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഓരോ ദിവസവും സുരക്ഷിതരാകുക. അതൊരു ബുദ്ധിയാണ്. ഓരോ ദിവസവും സുരക്ഷിതരാകുക. അതിനുള്ള ഏർപ്പാടെന്താ? സഹാബികൾ ചെയ്ത പണി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് ചില എളുപ്പ വഴികൾ നമ്മൾ നേടിയെടുക്കണം. ഇപ്പോൾ റസൂല് പറയാണ്, രാത്രി കിടക്കുമ്പോൾ നിങ്ങളൊരു ദിക്ർ ചൊല്ലിയാൽ ആ ദിക്ർ യംഹു, അതൊരു മായ്പാണ്. ആ ദിക്ർ ഒരു മായ്പാണ്. ഏത് മായ്പ്? പകൽ നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പടച്ചോ മായ്ച്ചു തരും. അപ്പോൾ ആ നീയത്ത് വെച്ചിട്ട്, ആ നീയത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ ഈ ദിക്ർ പറഞ്ഞാൽ മതി. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് രാത്രി കിടക്കുമ്പോൾ പറയാം. ഇത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഇതൊന്ന് ക്രമീകരിച്ചാൽ മതി, അതിൻ്റെ ഓർഡർ പഠിച്ചാൽ മതി. പല പ്രാർത്ഥനകളും ഇതൊക്കെ മാറി ഓർഡറിൽ മാറ്റണ്ട്. ഈ ഓർഡർ പഠിച്ചെടുക്കാം. നിയ്യത്ത് ആദ്യം ഉണ്ടായ പഠിച്ചോനെ, ഞാൻ ഇന്ന് അറിഞ്ഞും അറിയാതെയൊക്കെ വന്നു പോയി തെറ്റും കുറ്റൊക്കെ എനിക്ക് പുറത്തു കൊണ്ട പഠിച്ചോനെ. അല്ല, വല്ലാത്തൊരു ധൈര്യമല്ലേ അത്. നമ്മളത് പറഞ്ഞാൽ നമ്മൾ റബ്ബിനായിട്ട് ഏൽപ്പിച്ചാൽ തന്നെ ബാക്കി നമ്മളെ ഒരുവിധം ഭാരമൊക്കെ കുറഞ്ഞില്ലേ. പഠിച്ചോനെ ഞാനിതാ ഈ നിയ്യത്തോടു കൂടി നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ലാ ഇലാഹ ഇല്ലെന്ന് പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ യുഹീ വയുമീത്ത്. അവിടെ ഇല്ല. യുഹീ വയുമീത്ത് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അവിടെ അതില്ല. ഇപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ 10 വട്ടം പറയണമല്ലോ, അതിൽ യുഹീ വയുമീത്തുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇളകണീൻ്റെ മുമ്പ് പറയേണ്ട 10 ദിക്റാണത്. അതും കൂടി പഠിച്ചാലേ
സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ച് മുസല്ലല്ലേ, അത്തഹിയ്യാത്തില്ലേ, ഈ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് എന്ത് ചെയ്യും? ഉടനെ ചില ആൾക്കാർ കയ്യുണ്ട് ബാക്കിൽ കുത്തും. അത്തഹിയ്യാത്തിൽ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഉടനെ കൈ ബാക്കിലേക്ക് കുത്തും, അല്ലെങ്കിൽ കാല് നീട്ടി വെക്കും, അല്ലെങ്കിൽ മറ്റേ സദ്യ തിന്നായിരിക്കണമാതിരി കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കും. അപ്പം നമ്മളെ കൈയും കാലും ഒക്കെ നീട്ടുന്നതിൻ്റെ അനക്കുന്നതിൻ്റെ വേറെ സംസാരങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് കേട്ടോ, ശരിക്കും മനസ്സിലാക്കി വെക്കണം. കയ്യും കാലും ഇളക്കണിന് മുമ്പ്, കാല് മടക്കണിന് മുമ്പ്, വേറെ സംസാരിക്കണ മുമ്പ്, അത്തഹിയ്യാത്തിൽ ഇരുന്ന അതേ പൊസിഷനിൽ കയ്യും കാലും ഇളക്കുന്നതിന് മുമ്പ് എന്ത് പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ. ഇത് 10 വട്ടം പറഞ്ഞാൽ അതിന് സമാനമായത് അത് വേറെ ആൾക്കാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴികെ വേറെ ഒരാളും നീ ചെയ്തത്ര നല്ല കാര്യം ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വേറെ ആരും പറഞ്ഞെങ്കിൽ നമ്മൾ ചെയ്തത്ര ഇനി വേറെ ആൾ പറഞ്ഞു ഓനയ്ക്കാ കൂലിയുള്ളൂ, വേറെ ആർക്കും ഇല്ല. ഒരു ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അത് എത്ര വട്ടം പറയണം? എത്ര വട്ടം? 10 വട്ടം രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ പറയാനുള്ള 10 വട്ടം പറയണം. ഈ യുഹി വൈമിത്തുണ്ട്, സ്വഹിയായ ഹദീത്താണ് ഞാനീ പറഞ്ഞത്. പിന്നെ നമ്മളെ ബാക്കിയുള്ള ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ, അതൊക്കെ ആ ദിക്റുകളും കാര്യങ്ങളും ആയത്തുൽ കുർസിയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് അത് കഴിഞ്ഞ ഉടനെ പറയേണ്ടത്. ശരി, അത് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞാൽ ഏത്? ലാ ഇലാഹ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. ഇതെന്നും രാത്രി കിടക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ട് കിടന്നാൽ അന്ന് രാത്രി വരെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു മായ്ച്ചു തരുന്ന. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ സുരക്ഷിതാക്കി പോയാൽ നല്ലതല്ലേ? ഓരോ ദിവസവും സുരക്ഷിതാക്കി പോയാൽ എന്തായി? നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു ബേജാറില്ലാതെ പോകാം. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ. അള്ളാഹിൻ്റെ മേൽ ബാധ്യതയാണ് നമ്മളെ ഹിസാബ്. അവിടേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. ആ ബോധത്തോടു കൂടി ആണ് ജീവിക്കേണ്ടത്. ശരി, ഇനി അപ്പോൾ ഇത്ര 4 കാര്യങ്ങൾ 5 കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി അൽഹംദുലില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട്, അൽഹംദുലില്ല എന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ എഴുതിക്കൊള്ളൂ. പരിശുദ്ധ ഖുർആനിലെ നാല് സൂറത്തുകൾ ആരംഭിക്കുന്നത് ഹംദ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? അൽ ഫാത്തിഹ. അപ്പോൾ ഖുർആൻ ആരംഭിക്കണതിന് എന്തുകൊണ്ടാണ്? ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ്. ഫാത്തിഹയാണ്. 2 അൻആം. മൂന്ന് അസ്സബ. 4 അൽ ഫാത്തിർ. സബ ഫാത്തിർ. ഇനി ഹംദ് പറയേണ്ട, അൽഹംദുലില്ലാ എന്ന് പറയേണ്ട പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ. ഒന്ന്, ഏതെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ, ഏതെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ. 2, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. 3, തുമ്മിയാൽ അൽഹംദുലില്ലാ. 4, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഫസ്റ്റ് ആദ്യം അൽഹംദുലില്ലാ. 5,
ഖുത്ബ ആരംഭിക്കുമ്പോൾ, ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ. 6, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെറുപ്പ് തോന്നിയാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെറുപ്പ് തോന്നിയാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെറുപ്പ് തോന്നിയാൽ അൽഹംദുലില്ലാ. ഇതിലൊക്കെ ഈ അൽഹംദുലില്ലാൻ്റെ കൂടെ ചേർക്കാനുള്ളത് കേട്ടാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി, ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ എന്ന് പറയണം. മനസ്സിലായി? കുത്തുപടങ്ങൾ അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുണ്ട്, ഇങ്ങനെ പലതുണ്ട്. വെറുപ്പ് തോന്നിയാൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എന്താണ് അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയും. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഇനി അൽഹംദുലില്ലയുടെ നിങ്ങൾ ടെക്സ്റ്റിലില്ലാത്ത എന്നാൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. എഴുതിക്കോളൂ, അത് നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആനിൽ ഇതിൽ നമ്മൾ അൽ-കഹ്ഫ് എഴുതിയിട്ടില്ല കേട്ടോ. ഇതിൽ അൽ-കഹ്ഫ് എഴുതിയിട്ടില്ല കേട്ടോ. അൽ-കഹ്ഫ് നമ്മൾ പഠിക്കണതായതുകൊണ്ടാണ് നമ്മൾ സൂറത്ത് കൂടാതെ 4 എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. പരിശുദ്ധ ഖുർആനിൽ അൽഹംദുലില്ലാ എന്ന വാക്ക്, അൽഹംദുലില്ലാ എന്ന വാക്ക് 24 സ്ഥലത്ത് വന്നിട്ടുണ്ട്. 24 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിൽ അൽഹംദുലില്ലാ എന്ന്  പറയുവാനുള്ള കൽപ്പന അഥവാ ഖുലിൽ ഹംദുലില്ലാ, ഖുലിൽ ഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയുവാനുള്ള കൽപ്പന അഥവാ ഖുലിൽ ഹംദുലില്ലാ. അതിൻ്റെ അർത്ഥം എന്താ? ഖുൽ, നീ പറയേ. എന്ത്? അൽഹംദുലില്ലാ എന്ന് നീ പറയേ എന്നത് 6 സ്ഥലത്തു കാണാം. 6 സ്ഥലത്തു കാണാം. അത് നിങ്ങൾക്ക് ഹോംവർക്കാട്ടോ. ഞാൻ തരാൻ പോണ ഹോംവർക്കാണ്. ഈ 6 സ്ഥലത്ത് നമ്പർ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പം അത് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് ഈ അൽഹംദുലില്ലാ പറയാൻ വേണ്ടിയുള്ള കൽപ്പന ഏതൊക്കെ വിഷയത്തിലാണെന്ന് നോക്കിയിട്ട് വരണം. സ്ഥലം എഴുതിക്കൊള്ളു. 17-ൽ 111, 17-ൽ 111, 23-ൽ 28, 23-ൽ 28, 27-ൽ 59, 93. ഇപ്പം എത്രണ്ണായി?
17 111, 23 28. ഇനി അല്ല 23 28, പിന്നെ 27 59 അല്ലേ പറഞ്ഞേ? 27 59 അല്ലേ പറഞ്ഞേ? ഇനി 27 93 അത് പറഞ്ഞാ? ഇനി 29 63, 29 63, 31 25, 31 25. ഇത്രയും സ്ഥലത്ത് നിങ്ങൾ മറിച്ചാൽ, നിങ്ങളിപ്പം മറിക്കണ്ട, സാവകാശം ഒരാഴ്ച സമയമുണ്ടല്ലോ, അടുത്ത ആഴ്ച ഓരോ ദിവസം ഓരോ നോക്കിയാൽ മതി. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഇത് നോക്കിയിട്ട് ആ ആയത്ത് മാത്രമല്ല നോക്കേണ്ടത്, ഒരായത്ത് വായിക്കുമ്പോൾ അതിൻ്റെ മേലും താഴെ ആയത്തുണ്ടാവും, അതും കൂടി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോഴേ ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാവുള്ളൂ. പല ആളുകളും ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആയത്ത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അർത്ഥം പറയും. അപ്പോൾ എന്താവും, പല ആയത്തുകളും അതിന് മുമ്പിലുള്ള ആയത്തേറ്റ് ബന്ധം ഉണ്ടാവും, മുമ്പിലുള്ള ആയത്തേറ്റ് ബന്ധം ഉണ്ടാവും. ഇപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ഖുർആൻ ആയത്തും ആൾക്കാർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്താകട്ടെ ഒരു 30 കൊല്ലം ഭരണം നടത്തിയ ഖുലഫാ റാഷിദുകൾ ഒന്നും ആ കാര്യം ചെയ്തിട്ടില്ല. അത് ചെയ്യണവരും ഇപ്പോൾ നടത്തുന്നവരും സമ്മതിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഖുർആനിൽ അവർ കണ്ടിട്ടില്ല. പക്ഷെ ഇവരിപ്പോൾ ആയത്ത് ഓതുന്നത് ആ ആയത്ത് നോക്കിയാൽ അറിയാം. ആ ആയത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗമൊക്കെ നോക്കിയാൽ എന്താണ് ആ ആയത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ ആയത്ത്, ഞാനീ പറഞ്ഞ ആയത്ത് പറഞ്ഞ ആയത്ത് അതിൻ്റെ മുകൾ ഭാഗം മുതലേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടാവും. എന്നിട്ട് അള്ളാഹ് പറയും ഫഖുലിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പം നിങ്ങളുടെ കയ്യിൽ വിഷയം കിട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പം അത് നോക്കി നിങ്ങൾ വരണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അൽഹംദുലില്ലാ എന്നത് അഫ്ദലു ദുആയാണ് എന്ന് പറയാൻ കാരണം സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകളിൽ തുടക്കം ഹംദ് കൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അത് ഏതാനും ആയത്തുകളിലൂടെ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇനി ഇവിടെ ചെറിയൊരു പ്രാർത്ഥന ഞാൻ ബോർഡിൽ എഴുതി തരാം. കാണാതെ പഠിപ്പിക്കാൻ സമയമില്ല, പക്ഷെ എന്നാലും അത് ഞാനൊന്ന് ബോർഡിൽ എഴുതി തരാം. നമ്മൾ ഈ ചില കാഴ്ചകൾ കണ്ടാൽ വല്ലാതെ ഹൃദയം പിടക്കും. അങ്ങനെ ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് ഹംദ് കൊണ്ടാണ്. റസൂൽ പറയാണ് നിങ്ങൾക്ക് ആ മുസീബത്ത് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമ്മളൊരു അപകടം കണ്ടു നമ്മൾ മനസ്സിന് പോണില്ല. നമ്മളങ്ങാണ്ട് ഫറൂഖ് പോയപ്പോൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തപ്പോൾ ഒരുത്തൻ വണ്ടിക്ക് കുടുങ്ങി നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ നിന്നാണ്. അത് കണ്ട് 4 5 ആയിട്ട് കയ്യും കാലും മുറിഞ്ഞ് കിടക്കണ രംഗം കണ്ടിട്ട് പിന്നെ അതിന് പോണില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോട്ടുമേലൊരു രംഗം കണ്ട് ഒരു അർത്ഥിട്ടമാതിരി രക്തം ചീറ്റുന്ന രംഗം കണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് പരീക്ഷിക്കപ്പെട്ട ഒരാൾ ഇവിടുന്ന് ഊരൻ്റെ കീഴ്പ്പെട്ട് കിട്ടില്ല റോട്ടുമ്മ കൂടെ ഇങ്ങനെ നിറഞ്ഞു പോണ ഒരാളെ കാണുകയാണ്. അല്ലെങ്കിൽ കണ്ണില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പോണത് കാണുകയാണ്. അപ്പം നമ്മൾ പഠിച്ചവനെ ഇത്ര അനുഗ്രഹമാണ് കണ്ണ്. ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ട ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ബസ്സിൽ കയറിയാലേ നമ്മളവിടെ ഒരു ശ്രേഷ്ഠ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെയൊക്കെ പോകുന്ന കുട്ടികളെ കണ്ടാൽ, ആ കുട്ടികൾ ബസ്സിലൊക്കെ കയറി പോകണം, അതിലൊക്കെ സംസാരിക്കണ കണ്ടാൽ കരച്ചി വരും നമുക്ക്. കാരണം വർത്തമാനം പറയാൻ കഴിയില്ല. കയ്യോണ്ട് കാലോടൊക്കെ ഇങ്ങനെ ആംഗ്യം കാണ്ടി വർത്തമാനം പറഞ്ഞത്, കയ്യോണ്ട് കാലൊക്കെ കാണിക്കാട്ടിക്ക് അതുപോലെ തന്നെ 12 വയസ്സും 20 വയസ്സും 18 വയസ്സൊക്കെ ആയ കുട്ടികൾ, 2 വയസ്സായ കുട്ടികളെ ബുദ്ധി കൂടി ഉണ്ടാവില്ല, വളർച്ചെത്തി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ വേണ്ടെന്നറിയാം. നമുക്ക് നമ്മുടെ ഒരിക്കലും ഒരു അനുകമ്പയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു വേദന പറയലോ സങ്കടം പറയലോ ഒന്നും അവർക്ക് ആവശ്യമില്ല, നമുക്കും ആവശ്യമില്ല. നമ്മളെന്താ വേണ്ടതെന്നറിയാം. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റിയ സഹായം ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പടച്ചവന് ശുക്ർ പറയാം. അതിൽ നിന്ന് നമുക്ക് കിട്ടണം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു തആല അത്തരം പ്രതിസന്ധികളിൽ പരീക്ഷണങ്ങൾ നമ്മളെ സഹായിക്കും. റസൂൽ പറയാണ്
മൻ റആ മുബ്തലൻ, ഹദീസ് കേൾക്കണം. അത് പ്രാർത്ഥന മാത്രം ഞാൻ ബോർഡിൽ ചെയ്താൽ മുഴുവനും പറഞ്ഞില്ല. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. തുർമുദിയിലെ സുനൻ തുർമുദിയിലെ 3432 നമ്പർ ഹദീസാണ്. ഞാൻ പറയാൻ പോണത് സുനന തുർമു, ആവശ്യമുള്ള ആൾക്കാർ എഴുതി വെക്കണം. സുനന തുർമുദിയിലെ 3432 നമ്പർ ഹദീസാണ്. അതിൽ നബി പറയാണ്, അൻ അബീ ഹുറൈറത്ത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആ മുബ്തലൻ, ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടവരെ നിങ്ങൾ കണ്ടാൽ, ഫഖാല, അപ്പോൾ പറയട്ടെ, അൽഹംദുലില്ലാ, എഴുതിക്കോളൂ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി അൽഹംദുലില്ലാഹി, എഴുതിക്കോളൂ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി. എഴുതുമ്പോൾ തന്നെ പഠിച്ച എഴുതിക്കളെ. മിമ്മബ്തലാക, മിമ്മബ്തലാക, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി, മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ, മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ, വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. മിമ്മൻ ഖലഖ തഫ്ളീല. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. മിമ്മൻ ഖലഖ തഫ്ളീല. ഇത് പറഞ്ഞാൽ ലം യുസിബുഹു ദാലിക്കൽ ബലാഗ്, ആ ബലാഗ് അവനെ ബാധിക്കൂല. ലം യുസിബുഹു ദാലിക്കൽ ബലാഗ്, ആ ബലാഗ്, ആ പരീക്ഷണം അവരെ ബാധിക്കൂല. അപ്പോൾ ഇത് തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നില്ല. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാതെ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. കുറച്ച് സമയം നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞ് വരുന്ന ആൾക്കാർ, ഇത് എഴുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ പരമാവധി പഠിച്ചിട്ട് തന്നെ വരിക എന്നാണ്. നമുക്ക് സമയം ചിലവാക്കേണ്ട. അത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ സ്വർഗവുമായി ബന്ധപ്പെട്ട സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ പറയേണ്ട ആ ദിക്റുകളും ഈ അൽഹംദുലില്ലാ എന്തുകൊണ്ടാണ് അഫ്ദൽ ദുആ ആയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സിനും ആഫിയത്തിനും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നിലനിർത്തി തിരുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനുമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാളെ നമ്മുടെ കർമ്മങ്ങളെ തൂക്കി കണക്കാക്കുന്ന തുലാസിൽ ഖനം തൂങ്ങാനുള്ള ധാരാളം ദിക്റുകൾ ചൊല്ലാനും അത് പഠിക്കാനും അത് തദബ്ബുർ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഈമാനികമായ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.